വിനോദ് സാർ നമസ്കാരം. നമസ്കാരം സാർ, തരൂരാണ് ഇപ്പോ കേരള രാഷ്ട്രീയത്തിലെയും ഇന്ത്യ രാഷ്ട്രീയത്തിലെയും ഒക്കെ ചർച്ചാ വിഷയം. തരൂരിന് മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹം. കെ.സി. വേണുഗോപാലൊട്ട് അതിന് സമ്മതിക്കുന്നുമില്ല. തരൂർ BJP-യിലേക്ക് പോകുമെന്ന് ഒരു വിഭാഗം പറയുന്നു. CPM-ലേക്ക് ക്ഷണിച്ചുകൊണ്ട് നേതാക്കൾ വാതിൽ തുറന്നിടുന്നു. യഥാർത്ഥത്തിൽ തരൂരിന് എന്താണ് സംഭവിക്കുന്നത്? തരൂർ വളരെ ബുദ്ധിമാനായ ഒരു സ്ട്രാറ്റജിഷ്യൻ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തെ നിരീക്ഷിച്ചിട്ടുള്ളതിൽ നിന്ന് വെച്ചിട്ടുള്ള വളരെ ബുദ്ധിമാനായിട്ടുള്ള, വളരെയധികം സംസാരിക്കാൻ കഴിവുള്ള, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള, ഒരു പ്രത്യേക സെക്ടറിനിടയിൽ വളരെ സ്വാധീനമുള്ള, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിലും, എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീജനങ്ങളുടെ ഇടയിലും, ചെറുപ്പക്കാരായിട്ടുള്ളവരുടെ ഇടയിലൊക്കെ വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ കണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഒരുപക്ഷെ 92 വരെ ഇതിന്റെയൊന്നും ആദ്യമായിട്ട് അദ്ദേഹം വരുന്ന സമയത്ത്, എനിക്ക് 2009 എൻ്റെ ഓർമ്മ, വരെ ഇത്തരം സ്കില്ലുകളുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കാരണം അദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു. അദ്ദേഹം UN-ൽ വർക്ക് ചെയ്തു. അവിടെ UN സെക്രട്ടറി ജനറലായിട്ട്, അണ്ടർ സെക്രട്ടറി ജനറലിൽ നിന്ന് UN സെക്രട്ടറി ജനറലായിട്ട് മത്സരിച്ചു, തോറ്റുപോയി. അദ്ദേഹം അമേരിക്കയിൽ കഴിഞ്ഞ സമയത്താണ് അദ്ദേഹത്തെ, എനിക്ക് തോന്നുന്നു അദ്ദേഹം പറയുന്നത്, എനിക്ക് 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു അന്ന്. ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അങ്ങനെ കോൺഗ്രസ് ആണ് സോണിയാഗാന്ധിയും രമേശ് ചെന്നിത്തലയും ഒക്കെ വിളിച്ചത് കൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിൽ വന്നതും ഇലക്ഷനിൽ നിന്നതും തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചതും മന്ത്രിയായത്, വിദേശകാര്യ മന്ത്രിയായിട്ട് 2009 എൻ്റെ ഓർമ്മ. 1 വർഷത്തോളം അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയായിട്ട് ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പിന്നെ 4 പ്രാവശ്യം കൂടെ അദ്ദേഹം MB ആയി. 4ാമത്തെ പ്രാവശ്യം ഇപ്രാവശ്യം കഷ്ടിച്ച് കടന്നുകൂടി എന്ന് വേണം പറയാൻ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് മുഖ്യമന്ത്രിയാകണം എന്നുള്ളത് മോശമായ ഒരു ആഗ്രഹമല്ല. ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി പദം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി പദം കഴിഞ്ഞാൽ, ഏറ്റവും അധികം ശക്തിയുള്ള, പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു പദവി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കഴിഞ്ഞ 4 പ്രാവശ്യമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച MB ആണ്, കോൺഗ്രസിന്റെ MB ആണ്. ഇനിയിപ്പോ അദ്ദേഹത്തിന് കോൺഗ്രസിൽ ഒരു സെൻട്രൽ പാർലമെന്റിൽ എന്ത് റോൾ ഉണ്ടാകും എന്നുള്ളത്, അദ്ദേഹത്തിന് ഒരു മന്ത്രിപദം പോലും കിട്ടുമോ എന്ന് വളരെ സംശയമായ സാഹചര്യത്തിൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് പറ്റിയ സീറ്റ് എന്താണ് എന്ന് ന്യായമായും ഞാനാണെങ്കിൽ ഞാൻ ചോദിക്കുക, എനിക്ക് എന്താണ് പൊസിഷൻ ഇവിടെ വരിക? ന്യായമായും ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പദമാണ്. ഇനി അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശമെങ്കിൽ എന്താണ് അദ്ദേഹം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കേണ്ടത്. ഇത്തരം ഒരു സങ്കല്പമായിട്ട് ഒരു സ്ട്രാറ്റജിഷ്യൻ എന്ന നിലയിൽ എന്നെ സമീപിക്കുകയാണെങ്കിൽ, ആരായിക്കോട്ടെ, നമ്മൾ അദ്ദേഹത്തിനോട് എന്താ ചോദിക്കുക, അദ്ദേഹം ഇപ്പൊ ഹാപ്പിയാണോ? അദ്ദേഹം ഇപ്പൊ ഹാപ്പി ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും നടക്കുമായിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ഹാപ്പി അല്ല, അദ്ദേഹത്തിന് മറ്റെന്തോ ആവശ്യമുണ്ടെന്ന് വേണം നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാൻ. അപ്പോ അദ്ദേഹത്തിന് എന്താണ് വേണ്ടതെന്നാണ് നമ്മുടെ അടുത്ത ചിന്ത. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ, ഇപ്പൊ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദമാണ് വേണ്ടതെങ്കിൽ അദ്ദേഹത്തിന് അതുകൊണ്ട് അതിനായിട്ടുള്ള എന്ത് ആയുധമാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്, അല്ലെ എന്ത് വെടിക്കോപ്പാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്? എനിക്കൊരു മുഖ്യമന്ത്രി പദം കിട്ടാൻ വേണ്ടി എന്ത് ആയുധമാണുള്ളതെന്നാണ് നമ്മൾ അടുത്ത ചിന്തിക്കേണ്ടത്. ഇനി അഥവാ ഈ ആയുധം ഇപ്പൊ കയ്യിലില്ലെങ്കിൽ, എനിക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ചെയ്താൽ, അല്ലെ എന്തെങ്കിലും കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ എനിക്ക് ആ പദം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ടോ, അതെന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെയാണ് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുക. അദ്ദേഹവും ഇങ്ങനെയായിരിക്കും ചിന്തിക്കുക. അപ്പൊ അദ്ദേഹം ഇപ്പൊ ഒരു വെടിമരുന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല, തുടരാൻ താല്പര്യമില്ല, മറ്റെന്തോ കൂടി അദ്ദേഹത്തിന് വേണം. അതിനാണല്ലോ ഒരു വെടിമരുന്ന്. അല്ലെങ്കിൽ വെറുതെ അടുത്ത ഒരു 4 വർഷം കൂടെ സുഖമായിട്ട് MB ആയിട്ട് അത് മതിയായിരുന്നുവെങ്കിൽ സുഖമായി ഇരിക്കാമായിരുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് അദ്ദേഹം മാറി ചിന്തിക്കുന്നു എന്ന് വേണം നമുക്ക് ന്യായമായിട്ടും അതിനെപ്പറ്റി ചിന്തിക്കാൻ. അങ്ങനെ വരുമ്പോ അദ്ദേഹം ഒരു വെടി പൊട്ടിച്ചു. ഈ രാഷ്ട്രീയത്തിൽ ഇത്തരം ഒരു വെടി പൊട്ടിച്ചാലുള്ള ഒരു അപകടം ചിലപ്പോ ഉള്ള സ്ഥാനം കൂടി പോകും. അപ്പൊ ആ റിസ്ക് കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒന്നും കാണാതെ വാപ്പ തെങ്ങിന്റെ മേളിൽ നിന്ന് വീഴൂല എന്ന് പറയും, നമ്മൾ പണ്ട് പറയും. അതുപോലെ അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഓളം ഉണ്ടാക്കുക എന്ന് പറയും.
ആദ്യം ഒരു ചെറിയ ഓളം ഉണ്ടാക്കും, ആദ്യം ഒരു ഫീലർ ഇട്ട് നോക്കും. ആ ഫീലർ ഇട്ട് നോക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു? അപ്പൊ അദ്ദേഹം ഇപ്പൊ ഒരു ഫീലർ ഇട്ട് നോക്കി, 2 ഫീലർ ഇട്ടിട്ടുണ്ട് അദ്ദേഹം. ഒന്ന്, മോദിയെ പ്രശംസിച്ചു, മോദിയുടെ US യാത്രയെ അദ്ദേഹം പ്രശംസിച്ചു, നല്ല കാര്യങ്ങളൊക്കെയാണ് നടന്നതെന്ന് പറഞ്ഞു. അവിടുന്ന് ആളുകളെ കൊണ്ടുവരുന്നതിനെ പറ്റി ചില പ്രായോഗികമായ ഇന്ത്യൻ സർക്കാരിനുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ കേരളം വളരെയധികം വ്യവസായ സൗഹൃദമായ സ്റ്റാർട്ടപ്പ് സൗഹൃദ, അപ്പൊ 2 സ്ഥലത്ത് ഓരോ ഫീലർ ഇട്ടു. അടുത്ത എന്താണ് സംഭവിച്ചത്? BJP അനങ്ങിയിട്ടില്ല. BJP വളരെ ബുദ്ധിപരമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് മനസ്സിലാക്കിയ CPM-കാർ കൃത്യമായിട്ട് അദ്ദേഹത്തിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഗോവിന്ദൻ മാഷനായാലും ശരി, ബാക്കി പലരായാലും ശരി, അദ്ദേഹത്തോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് തിരിച്ചൊരു ഫീലർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഇടയിൽ ശക്തമായ ഓളങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതും വളരെ എവിഡന്റ് ആണ്. അതുകൊണ്ടാണല്ലോ ഉടൻ തന്നെ സോണിയാഗാന്ധിയുമായിട്ടും രാഹുൽ ഗാന്ധിയുമായിട്ടും KC വേണുഗോപാലുമായിട്ട് ഒരു ചർച്ച തുടങ്ങുകയും, ഗാർഗിയായിട്ടൊരു ചർച്ച തുടങ്ങുകയും, കുറച്ച് കഴിയുമ്പോൾ KC വേണുഗോപാലിനെ ഒഴിവാക്കി ആ ചർച്ച തുടരുകയും, അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി അടുത്തത്, അതിനുശേഷം വേറൊരു ഇന്റർവ്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിൽ കുറച്ചും കൂടെ അദ്ദേഹം ശക്തമായി പറഞ്ഞിട്ടുണ്ട്, എന്നെ കോൺഗ്രസിന് ആവശ്യമില്ലെങ്കിൽ എനിക്ക് മറ്റു പല മാർഗങ്ങളുണ്ട്. വളരെ ബുദ്ധിപരമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. എനിക്കുള്ള മാർഗങ്ങൾ, ഞാൻ എഴുത്തുകാരനായി തുടരും, എനിക്ക് എൻ്റെ അടുത്തും എന്നെ സംസാരിക്കാൻ വിളിക്കും, എനിക്ക് ഇന്റർനാഷണൽ അസൈൻമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മൾ കാണാത്ത മറ്റൊരു സാധനം കൂടെ ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ കോൺഗ്രസ് വിട്ടു പോയാൽ ഇപ്പുറത്തു നിന്നുള്ള ഫീലേഴ്സ് ഒക്കെ വന്നിട്ട്, അറ്റ്ലീസ്റ്റ് CPM-ൽ നിന്നുള്ള ഫീലേഴ്സ് എങ്കിലും വന്നിട്ടുണ്ട്, എനിക്ക് അവിടെ ഒരു ഗുണമുണ്ടാവും. ഇനി അദ്ദേഹത്തിന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏതാണ് ബുദ്ധിപരമായി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ? അദ്ദേഹം CPM-ൽ ചേർന്ന്, അതാണല്ലോ നമുക്ക് അൾട്ടിമേറ്റ്ലി സംഭവിക്കാൻ. കോൺഗ്രസ്സുകാർ ഒന്നും സംഭവിക്കുന്നില്ല. ഒന്നുകിൽ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം ഓഫർ ചെയ്യും, അത് അദ്ദേഹത്തെ കൊണ്ട് താങ്ങുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് താഴോട്ട് കോൺഗ്രസിന്റെ സാധാരണ ജനങ്ങൾക്കിടയിൽ അത്ര വലിയൊരു ക്ലച്ച് ഉണ്ടോ, ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ളതുപോലെയോ അല്ലെങ്കിൽ സതീശനുള്ളതുപോലെയോ ഒരു ക്ലച്ച് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സെക്ട് എന്ന് പറയുന്നത് കോൺഗ്രസ് കിട്ടിയ വോട്ടുകളും പിന്നെ കുറെ, ഞാൻ നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാരുടെ പാർട്ടി നോക്കാതെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിലും ഇന്നത്തെ കുറച്ച് യങ്സ്റ്റർ ആയിട്ടുള്ള സ്ത്രീകളുടെ ഇടയിലും ഒക്കെ അദ്ദേഹത്തിന് നല്ല മതിപ്പ്, ഈ സ്ത്രീകളുടെ ഇടയിൽ പൊതുവെ അദ്ദേഹത്തിന് നല്ല മതിപ്പ് ഞാൻ പലപ്പോഴും പലരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സാധനം. അപ്പം കോൺഗ്രസിന്റെ വോട്ടും ഈ വോട്ടും കൂടെ കിട്ടി, കുറച്ച് ചെറുപ്പക്കാരുടെ വോട്ടും കൂടെ കിട്ടിയിട്ടായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ ഈ 4 പ്രാവശ്യം ജയിച്ചതും. അത് ഈ 4ാമത്തെ പ്രാവശ്യം രാജീവ് ചന്ദ്രശേഖരോടുള്ള മത്സരം അത്ര സുഗമമായിരുന്നില്ല. ശരിക്കും കോൺഗ്രസിന്റെ ചില സ്ട്രോങ് വോട്ടുകൾ കൊണ്ട് മാത്രമാണ് അദ്ദേഹം ജയിച്ചതെന്ന് ഒരുമാതിരിപ്പെട്ട അതിനെ നിരീക്ഷിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും. ഇനി അടുത്ത് അദ്ദേഹം CPM-ന്റെ കൂടെ പോയാൽ കോൺഗ്രസ് ഒന്നുകിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം ഓഫർ ചെയ്താൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ അതൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ എല്ലാവരെയും കൂടെ സപ്പോർട്ട് ചെയ്താൽ ഒരു സ്ട്രോങ് ചാൻസ് ഉണ്ടെങ്കിലും അങ്ങനെ ഒരു സാധനം കോൺഗ്രസിൽ ഒരിക്കലും നടക്കാൻ പോകില്ല. കാരണം ഈ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി കുപ്പായം തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന ധാരാളം പേർ അതിനിടയിൽ തന്നെ ഉണ്ട്. അവർ തമ്മിൽ തന്നെ കടിപിടി കൂടുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തൽക്കാലം ഇവരുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് മേളിൽ നിന്നൊന്നും ഒന്നും സംഭവിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അടുത്ത CPM-ൽ പോയാൽ എന്ത് സംഭവിക്കും? CPM-ൽ പോയാൽ ഒരു പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരു ഇന്റലക്ച്വലിന് CPM-ന് ആവശ്യമുണ്ട്. CPM-ന്റെ യഥാർത്ഥ വോട്ടേഴ്സ് എന്ന് പറയുന്നത് ആ കാറ്റഗറിയിൽ പെടുന്നവരല്ല. ഉണ്ടാവുമായിരിക്കും, ഞാൻ അങ്ങനെ മോശമായിട്ട് പറയണമല്ല. പക്ഷെ എന്നാലും സാധാരണ മനുഷ്യരാണ് CPM-ന്റെ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടുത്തെ നേതാക്കളുടെയും ഒരു ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇന്റലക്ച്വലിന്, പ്രത്യേകിച്ച് സീതാറാം യെച്ചൂരി ഒക്കെ ഇല്ലാത്ത അവസ്ഥയിൽ ഒരു ഇന്റലക്ച്വലിനെ അവർക്ക് ശരിക്കും പറഞ്ഞ ആവശ്യമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇന്റലക്ച്വൽ സ്ഥാനം കൊണ്ട് മാത്രം ശശി തരൂരിന് മതിയാകുമോ എന്നുള്ളത്, അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു സാധ്യതയും ഉണ്ടോ. ചിലപ്പോൾ ഒരു മിനിസ്റ്റർ ആവുമായിരിക്കും. അടുത്ത നമ്മുടെ നിയമസഭയിൽ CPM വീണ്ടും ജയിക്കുകയാണെങ്കിൽ ഒരു മിനിസ്റ്റർ ആവുമായിരിക്കും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തെ ബുദ്ധിപരമായിട്ട് അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? ഒരു പക്ഷെ ചുമ്മാ ഒരു കോൺസെപ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്നത്, BJP അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം. ഈ BJP അദ്ദേഹത്തെ ചുമ്മാ സ്വാഗതം ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം BJP വളരെ നാളായിട്ട് കേരളത്തിൽ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അദ്ദേഹത്തെ എന്തായാലും തിരുവനന്തപുരത്തെ ഇലക്ഷൻ റിസൈൻ ചെയ്ത് ന്യായമായി രാജിവെക്കണമല്ലോ. രാജിവെച്ചിട്ട് അദ്ദേഹം ഒരു MP ആയിട്ട് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് BJP നിർത്തുമെന്ന്, അദ്ദേഹത്തെ എടുത്താൽ പോലും നിർത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹം ഇപ്പൊ ഏത് പാർട്ടിക്കായാലും അദ്ദേഹം വരാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു അസറ്റാണ്. അതിനകത്ത് ഒരു സംശയമില്ല. അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റിയ ഏരിയകളുണ്ട്.
ഞാനാണ് ഒരുപക്ഷെ BJP-യുടെ ഈ ഡിസിഷൻ മേക്കർ എങ്കിൽ അദ്ദേഹത്തോട് രാജിവെച്ച് BJP ജോയിൻ ചെയ്യാൻ പറയും. രാജീവ് ചന്ദ്രശേഖർ അവിടെ നിൽക്കുമ്പോൾ, ഇലക്ഷൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ പറയും. രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. ശശി തരൂരിനെ ഒരു രാജ്യസഭാ അംഗമായി കൊണ്ടുവന്ന് ഒരു നല്ല പോസ്റ്റിൽ സഹമന്ത്രിയെ സ്ഥാനം കൊടുത്തിരുത്തിയാൽ അദ്ദേഹം ഇരുന്നോളും. അവിടെ അദ്ദേഹത്തിന് കഴിവ് തെളിയിക്കാൻ പറ്റിയാൽ ഭാവിയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം കടന്നു വരാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവായി BJP-ക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ആളാണ്, പ്രൊവൈഡഡ് അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിൽ കഴിവ് തെളിയിച്ചാൽ. ഇതൊക്കെ ഒത്തുകിട്ടിയാൽ ഒരുപക്ഷെ ഇപ്പോ ഉള്ള നിലയിൽ നിന്ന് ശശി തരൂർ രാഷ്ട്രീയ ഭാവി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാമെന്നല്ലാതെ സാധാരണ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അദ്ദേഹത്തിന് വലിയ സ്കോപ്പുകൾ കാണുന്നില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തമായ നിഗമനം. ഇതെങ്ങനെ പല പല ഫാക്ടേഴ്സ് ഒത്തുവരണം. ഒന്ന്, കോൺഗ്രസ് കൊടുക്കാതിരിക്കണം. കോൺഗ്രസ് അപ്പൊ ഇതാണ് എന്റെ അതിനകത്തൊരു അഭിപ്രായത്തിലെ ഒരു ഇപ്പൊ കാണുന്ന ഒരു സ്റ്റേറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.